നമസ്കാരം. യുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ലോകമെമ്പാടും നിന്നും വന്നെത്തിയ വിദേശ തൊഴിലാളികൾ. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് യുടെ വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ നിർണായകമായ പങ്കുണ്ട്. ഈ സാഹചര്യത്തിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഭരണകൂടം സ്വീകരിക്കുന്ന ഏതൊരു നിലപാടും ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ നിർണായകമാണെന്ന് തന്നെ പറയാം. ഒരു വശത്ത് സ്വകാര്യവൽക്കരണ ശ്രമം നടക്കുമ്പോൾ തന്നെ മറുവശത്ത് വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളിൽ കാതലായ പരിഷ്കരണങ്ങളും നടത്തി വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. ജോലിസ്ഥലത്തെ മാന്യമല്ലാത്ത പെരുമാറ്റം, മുന്നറിയിപ്പില്ലാത്ത പിരിച്ചുവിടൽ എന്നിവയിൽ നിന്നെല്ലാം തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വ്യക്തമായ നിയമം യുഎഇക്കുണ്ട്. വ്യക്തമായ കാരണമോ നടപടിക്രമങ്ങളോ ഇല്ലാതെ ഒരു ജോലിക്കാരനെയും പിരിച്ചുവിടാൻ സാധിക്കില്ല. ന്യായവും നിയമാനുസൃതവുമായ രീതിയിൽ പിരിച്ചുവിടൽ പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് ജീവനക്കാരും തൊഴിലുടമകളും ചില നടപടികൾ പാലിക്കേണ്ടതുണ്ട്. തൊഴിൽ നിയമത്തിൽ ഇതെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. തൊഴിൽ നിയമം അനുസരിച്ച് വിവിധ സാഹചര്യങ്ങളിൽ ഒരു സ്ഥാപനവും തൊഴിലാളിയും തമ്മിലുള്ള തൊഴിൽ കരാറുകൾ അവസാനിപ്പിക്കാം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കരാർ അവസാനിപ്പിക്കാൻ സാധിക്കുകയെന്നത് നിയമത്തിൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. കരാറിന്റെ കാലാവധി അവസാനിക്കുക, കരാർ അവസാനിപ്പിക്കാൻ തൊഴിലുടമയും ജീവനക്കാരനും പരസ്പരം രേഖാമൂലം സമ്മതിക്കുക തുടങ്ങിയ അവസരങ്ങളിൽ ഒരു കമ്പനിക്ക് മറ്റ് നിയമ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരു ജീവനക്കാരനെ പിരിച്ചുവിടാൻ സാധിക്കും. ഏതെങ്കിലും ഒരു കക്ഷി മാത്രം സ്വമേധ കരാർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ കരാർ അവസാനിപ്പിക്കുന്നതിനുള്ള നിയമങ്ങളും നോട്ടീസ് പീരീഡ് സമയവും കൃത്യമായി പാലിക്കണം. തൊഴിലുടമയുടെ മരണം സംഭവിച്ചാലും തൊഴിൽ കരാർ റദ്ദാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇത് തൊഴിലുടമയുടെ വ്യക്തിഗത പങ്കാളിത്ത പ്രവർത്തനങ്ങളിൽ അഭിവാജ്യമായ ചെറുകിട ബിസിനസ്സുകളുടെയോ കുടുംബ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെയോ കാര്യത്തിൽ മാത്രമായിരിക്കും ബാധകമാവുക. ഒരു അംഗീകൃത മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളിയുടെ മരണം അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ളതോ പൂർണ്ണമായതോ സ്ഥിരമായതോ ശേഷിയില്ലായ്മ തെളിയിക്കപ്പെട്ടാലും തൊഴിൽ കരാർ അവസാനിപ്പിക്കാം. യുഎഇയിൽ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് സ്ഥാപനം ശാശ്വതമായി അടച്ചിടുകയോ തൊഴിലുടമ പാപ്പരാവുകയോ പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്നതോ തരത്തിലുള്ള സാമ്പത്തികമോ അസാധാരണവുമായ സാഹചര്യം ഉണ്ടായാലും ഇരു കൂട്ടരും തമ്മിലുള്ള കരാർ ഉപേക്ഷിക്കാവുന്നതാണ്. തൊഴിലുടമയുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ഏതെങ്കിലും കാരണത്താൽ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ തൊഴിലാളി പരാജയപ്പെട്ടാലും കരാർ റദ്ദാകും. കർശനമായ നിയമവ്യവസ്ഥയാണ് യുഎഇയിലുള്ളത്. ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ സ്വദേശികളും പ്രവാസികളും ഒരുപോലെ ബാധ്യസ്ഥരാണ്. നിയമത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും യുഎഇ തയ്യാറാകാറില്ല. ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയുമാണ് ആ രാജ്യത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ നിയമം നടപ്പാക്കുന്നതിൽ കാർക്കശ്യം കാണിക്കാറുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.